രഞ്ജിത്തിൻ്റെ സിനിമ ട്രാക്ക് എന്താണ്, ലെഗസി എന്താണ്? ഈ മലയാളത്തിലെ തമ്പ്രാൻ സിനിമകളുടെ ഉടയ തമ്പുരാൻ എന്ന് എന്താണ് സംശയരഹിതമായും പറയാവുന്ന ആൺകോയ്മാവാദം, സവർണ ഗൃഹാതുരത, സംവരണ വിരുദ്ധത, സ്ത്രീ വിരുദ്ധത, ഇതിനെയെല്ലാം ഇത്രയധികം ഗ്ലോറിഫൈ ചെയ്ത, ആഘോഷിച്ച, കാൽപ്പനികവൽക്കരിച്ച ഒരു സിനിമക്കാരനെ ഞാൻ കണ്ടിട്ടില്ല. ഓരോ ഡയലോഗുകൾ നമ്മളുടെ നാവിൻ തുമ്പിലിങ്ങനെ വന്ന് കയറുകയാണ്. മറ്റേ എന്താണ് കോൺ തിരിഞ്ഞ് കയറി വരുമ്പോൾ എന്താണ് സ്ത്രീയെക്കുറിച്ചിട്ടുള്ള ഒരു ചലച്ചിത്ര പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് രഞ്ജിത്തിൻ്റെ ഭാവനയിലെ അല്ലെങ്കിൽ ക്യാമറയിലെ കാഴ്ചപ്പാടിലെ സ്ത്രീ എന്താണെന്നതിനെക്കുറിച്ച് പറഞ്ഞു തരുന്ന ഒരു ഡസനോളം സിനിമകളുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് എല്ലാ സിനിമകളും അത് പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനത്തെ കാഴ്ചപ്പാടിലുള്ള സ്ത്രീ എന്താണ്? പ്രധാനപ്പെട്ടൊരു പ്രമേയം എന്താണ്? ഈ സംവരണം വന്നതിന് ശേഷം സവർണ യുവാക്കൾക്ക് സംഭവിച്ചിട്ടുള്ള ദാരിദ്ര്യം, അതേക്കുറിച്ചിട്ടുള്ള എന്താണ് ഘാതുകമായ കഥകൾ. സവർണ യുവാവിൻ്റെ ജീവിത പ്രാരാബ്ദങ്ങളെ ഇത്രയധികം അഭ്രപാളിയിലെത്തിച്ചൊരു മനുഷ്യനില്ല. സവർണ ഗൃഹാതുരത, സവർണ പാരമ്പര്യത്തിൻ്റെ, അതിൻ്റെ ഭൂതകാലത്തിൻ്റെ ഗൃഹാതുരത സ്മരണകൾ മലയാളി ഇത്രയധികം ഓർമ്മിപ്പിച്ചൊരു സിനിമാക്കാരനില്ല. അങ്ങനെ ഒരാൾ. ഇതിൽ വേറൊരു തമാശ എന്ന് വെച്ചാൽ 2016 DYFIയുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്നുണ്ട് ഇവിടെ തിരൂരിൽ. ഷംസീർ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട അവിടെ വെച്ചാണ്. ആ സമ്മേളന നഗരിയുടെ പേരെന്താണെന്നറിയോ? രോഹിത് വെമുല നഗർ. ഉദ്ഘാടകൻ്റെ പേര് രഞ്ജിത്ത്. രോഹിത് വെമുലയുടെ പേരിൽ ഒരു സമ്മേളന നഗരിയിൽ ഒരു സമ്മേളനം സംഘടിപ്പിക്കുക, എന്നിട്ട് ഈ സംവരണം എന്ന് പറയുന്ന ആശയത്തെ ഇത്രയധികം ഇകഴ്ത്തുകയും വടക്കാക്കുകയും അതിനെ മോശമാക്കുകയും ചെയ്ത ഒരു സിനിമാക്കാരൻ, അയാൾ വന്നിട്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. പിന്നെയും കുറേ കൊല്ലം കഴിഞ്ഞ് വന്നിട്ട് ഇദ്ദേഹം ലെഫ്റ്റ് ഗവൺമെൻറ് കീഴിലുള്ള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാവുക.